നിലവിലെ പ്രായപരിധി നടപ്പിലാക്കിയാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും നിരവധി നേതാക്കളെ മാറ്റി നിർത്തേണ്ടി വരും. AK ബാലനും PK ശ്രീമതിയുമൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. PR സുനിലിലേക്ക് നമുക്കൊന്ന് പോകാം. PR സുനിൽ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ന്യൂസ് നൈറ്റ്. നമുക്കറിയേണ്ടത് ഈ പ്രായപരിധി നിർബന്ധമാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ, അതായത് 75 എന്നുള്ള മാനദണ്ഡത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് പാർട്ടിയിൽ സംഭവിക്കുക? കാരണം മിടുക്കരായ നേതാക്കളുണ്ട്. 75 എന്ന് പറയുന്നത് ഒരു വിരമിക്കൽ പ്രായമൊക്കെ ആക്കണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരും. ഇവരൊക്കെ കുറച്ചു കാലം കൂടി രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകണം, ആക്റ്റീവായി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന അണികളും ഉണ്ടാകുമല്ലോ. സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ചർച്ചയാകുന്നത് എന്തൊക്കെയാണ്? PR സുനിൽ. സുജിയ, CPIM സംസ്ഥാന സമ്മേളനത്തിന് പൊതുസമ്മേളന നഗരിയായ ആശ്രാം മൈതാനത്ത്, കൊല്ലത്തെ ആശ്രാം മൈതാനത്ത് പതാക ഉയർന്നിരിക്കുകയാണ്. എനിക്ക് പിറകിൽ കാണുന്ന സ്റ്റേജിൽ ഇപ്പോൾ ജനനാട്യമഞ്ചിന്റെ നാടകം അരങ്ങേറുകയാണ്. ഏതായാലും ഇത്തവണത്തെ സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ തീർച്ചയായും ഫോക്കസ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുന്നപ്പോൾ മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് തന്നെയാണ് CPIMന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുള്ള ഒരുക്കങ്ങൾ, ചർച്ചകൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 പ്രസ്താവനകളുണ്ടായി. CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞത് സംസ്ഥാന സമിതിയിലെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രായപരിധി എന്നത് ഇവിടുത്തെ സംസ്ഥാന ഘടകത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം എന്നതാണ്. 75 വയസ്സാണ് കേരളത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രായപരിധി. അതേസമയം തമിഴ്നാട്ടിൽ അത് 72 വയസ്സാണെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. അതേസമയം പ്രായപരിധി ഇത്തവണയും കർശനമായി നടപ്പാക്കും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അപ്പോൾ 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് AK ബാലൻ, PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ തന്നെ പുറത്തു പോകേണ്ടി വരും. കഴിഞ്ഞ സമ്മേളനം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകിയതാണ്. 79 വയസ്സാണ് പിണറായി വിജയന്. ഏതായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് ഇത്തവണത്തെ സമ്മേളനവും ഇളവ് നൽകാൻ തന്നെയാണ് സാധ്യത. ഇത് കൂടാതെ തീർച്ചയായും 2 ടേം സംബന്ധിച്ചുള്ള വിഷയത്തിൽ സമ്മേളനത്തിൽ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ച വളരെ വിശദമായ ചർച്ചകൾ നേതാക്കൾക്കിടയിൽ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഏത് വിധേനയും കേരളത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരിക എന്നത് തന്നെയാണ് CPMന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ സമ്മേളനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ആകാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയാണ്. എന്തൊക്കെ നിലപാടുകളാണ്, എന്തൊക്കെ പുതിയ നിലപാടുകളാണ് CPIM സ്വീകരിക്കാൻ പോകുന്നത് എന്നത് ആ രേഖയിലൂടെ വ്യക്തമാകും. വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ഉയർത്തുന്നതിനുള്ള ഒരു രേഖയായിരിക്കും ഇത് എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഏതായാലും ഇത്തരത്തിൽ വളരെ സവിശേഷതകളുള്ള ഒരു സമ്മേളനം തന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത്. തീർച്ചയായും ഒരു ശക്തി പ്രകടനം 9-ാം തീയതി കൊല്ലത്ത് നടക്കും. അങ്ങനെ ഒരു ശക്തി പ്രകടനം, തെരഞ്ഞെടുപ്പ് ആഹ്വാനം, അങ്ങനെയായിരിക്കും കൊല്ലത്തെ ഈ സമ്മേളനം സമാപിക്കാൻ പോകുന്നത്. സുജിയ. ഓക്കെ, താങ്ക് യു PR സുനിൽ.